ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുധാ അമ്മൂസ് ചാനലിലേക്ക് സ്വാഗതം. സാന്ത്വന സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെയാണ് സ്വാഗതം. എല്ലാവരും ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ സാന്ത്വനത്തിൻ്റെ മഹാ എപ്പിസോഡായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വേറൊന്നുമല്ല, അലോകിനെ പോലീസുകാർ കൈയോടെ പിടികൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അനുവും ബാലനും ഗോമതിയും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ ഫുള്ളായിട്ട് എഴുതുന്നുണ്ട്. അവിടുത്തെ SI ആണെങ്കിൽ കറക്റ്റായിട്ട് നിയമം പാലിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പരാതി കിട്ടിയ സ്പോട്ടിൽ തന്നെ വേഗം തന്നെ അലോകിനെ പൊക്കാൻ വേണ്ടി നേരെ കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ്. കൃഷ്ണമംഗലത്ത് എത്തുമ്പോഴേ അവരുടെ എല്ലാവരും കൂടെ അങ്ങോട്ട് പറച്ചിലാട്ടോ. എൻ്റെ പൊന്നോ, അലോകാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല പയ്യൻ വേറെ എങ്ങും ഇല്ലാത്ത പോലെയാണ് അവരുടെയൊക്കെ വർത്തമാനം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ SIക്ക് കാര്യം മനസ്സിലായിട്ടോ. വീട്ടുകാരാണ് അയാളെ കൊളവാക്കണേ എന്ന്. അപ്പോൾ SI പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. നിങ്ങളുടെ അമ്മയും അച്ഛനാണ് നിങ്ങളുടെ ഈ മോനെ വളർത്തി വഷളാക്കിയത്. എടാ, മര്യാദയ്ക്ക് വന്ന് കയറടാ എന്ന് പറയുമ്പോൾ അലോക് കയറുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ അലോകിനെ എല്ലാവരും കൂടി പോലീസുകാർ പിടികൂടും. നേരെ ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ടോ ചെയ്യുന്നത്. രാത്രിയാകുമ്പോഴത്തേക്കും ആര്യനോട് പറയുന്നുണ്ട് മിത്ര, ശരിക്കും പറഞ്ഞാൽ അലോകിനെ വളർത്തി വഷളാക്കിയത് അവൻ്റെ അമ്മയും അച്ഛനും ഇളയമ്മയും ഇളയച്ഛനുമാണ്. ഒരിക്കലും അവരെ അങ്ങനെ വളർത്തിയ അലോക അങ്ങനെ ആയത് ഒരിക്കലും അലോക ചിലപ്പോൾ അവന് നല്ലവനാവാനുള്ള ഒരു അവസരം കൊടുക്കുമെങ്കിൽ അവൻ നന്നാവുമായിരിക്കും എന്നൊക്കെ മിത്ര പറയുമ്പോൾ അത് കേട്ട് ആരും കളിയാക്കണം. ആര് നന്നാവാൻ അലോകോ? അവൻ തൻ്റെ ബ്രദറായിട്ട് ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആര്യം. അതേസമയം നമ്മുടെ ഉദയഭാനു ആണെങ്കിൽ കോമഡി സ്റ്റോഴ്സിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ അടിച്ചു മാറ്റാൻ പോകുമ്പോൾ മേശ തുറക്കുമ്പോഴേക്കും അതിലെ പൈസ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആകെ 500 ഒരു 100 രൂപയ്ക്ക് ഉള്ളൂ, 200-ൻ്റെയൊക്കെ നോട്ടും ഉള്ളൂ. അങ്ങനെ എന്തോ 3-4 നോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അയ്യോ, വന്നത് നഷ്ട കച്ചവടമായി പോയല്ലോ എന്ന് ഉദയഭാനു വിചാരിക്കുകയാണ്. പക്ഷേ അയാൾ മേശവിരിപ്പ് തുറക്കുന്നതെല്ലാം തന്നെ ക്യാമറയിൽ പതിയുന്നു. അത് നമ്മൾ ആനന്ദ് കാണുന്നുണ്ട് കേട്ടോ. ഓഹോ, അങ്ങനെ കള്ളൻ ഇന്നാണെങ്കിൽ കച്ചവടത്തിൻ്റെ പൈസ ഫുള്ളും ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാം ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി ആകാശ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾക്ക് വന്നപ്പോൾ പൈസയൊന്നുമില്ല. അയാൾ ചമ്മി നാണം കിട്ടും. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത് എന്തായാലും വീഡിയോ അച്ഛനെയും അമ്മയെയും ഈ വീട്ടിലെല്ലാവരെയും കാണിച്ചു കൊടുത്തേ പറ്റൂ. ആ ഉദയഭാനു ആണ് മേശ വലിക്കുന്ന ഇതിനു മുൻപേ പൈസ എടുത്തെന്ന് കാണിച്ചു കൊടുത്തേ പറ്റൂ എന്ന് ആനന്ദ് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആനന്ദിന് വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. കാരണം മേശ തുറക്കുന്നു എന്നുള്ളത് ശരിയാണ്, അതിൽ പൈസ ഒന്നും ഇല്ലാത്തത് കാരണം ഉദയഭാനു അതിന് ഒരു പൈസ പോലും എടുത്തിട്ടില്ല. അതാണ് ഈ വീഡിയോ ആനന്ദ് എല്ലാവരെയും കാണിക്കുന്നത്. ഉദയഭാനു എന്താ പറയുന്നത്, ഞാൻ ഒരു മേശ വലിപ്പം ഒന്ന് തുറന്നു, അത് പൈസ എടുക്കാൻ വേണ്ടിയാണോ? പൈസ എടുക്കാൻ വേണ്ടി ഞാൻ പൈസ എടുക്കില്ല, അതാണ് ഞാൻ പൈസ എടുത്തിട്ടില്ല എന്നൊക്കെ പറയും. കാരണം ആ വീഡിയോ കാണുമ്പോൾ ബാലനും അങ്ങനെ തന്നെ വിചാരിക്കുകയുള്ളൂ. ഇന്ന് പൈസ ഒന്നും എടുക്കുന്നില്ലോ, മേശ ഒന്നും തുറന്നു വെച്ചിട്ട് ഉദയഭാനു സാർ അങ്ങനെ ചെയ്യുന്നു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ഈ കുറ്റവും തെറ്റും എല്ലാം തന്നെ ആനന്ദിനെ കിട്ടത്തുള്ളൂ. ആനന്ദ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം ദേവിയുടെ അടുത്തുള്ള ദേഷ്യം ദേവിയുടെ അച്ഛനും അമ്മയും തീർക്കുകയാണ് ആനന്ദ്. പക്ഷേ അത് നമ്മുടെ ബാലനൊട്ട് വിശ്വസിക്കുകയില്ല കേട്ടോ. അത് അങ്ങനത്തെ ആണ് ബാലൻ്റെ സ്വഭാവം. ആനന്ദ് ആ വീട്ടിലെല്ലാവരെയും പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്ലാനും ആനന്ദിൻ്റെ കൊള്ളാവുക കേട്ടോ വേണ്ടി പോവുകയാണ്. പക്ഷെ വേറൊരു സംഭവമുണ്ട്, നമ്മുടെ അലോക് ചിലപ്പോൾ നന്നാവുമായിരിക്കും. അലോക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ
അവൻ സ്വഭാവം നന്നാവാൻ, അവൻ ഭാവിയിൽ നല്ലൊരാളാകുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്ര ശരിയാണ്. അതുപോലെയൊക്കെ ഏറെക്കുറെ ആകുന്നുണ്ട് കേട്ടോ. ഞാൻ തമിഴിലെ ഭാഗമാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആലോക് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടന്ന് പുറത്തേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആലോക് ആലോചിക്കുകയാണ് തന്നെ അനു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്. താൻ അവളെ പറ്റിക്കാൻ വേണ്ടി, ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത്. പക്ഷെ അവളാണെങ്കിലോ തന്നെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ച് ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ താൻ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൾ തന്നെ വെറുത്ത്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ അവളെ അവളുടെ മുഖം പിടിച്ച് നിലത്തുരയ്ക്കുമെന്ന്, അവളെ കണ്ടാൽ മതിയെന്നും കാണാൻ കൊള്ളില്ല എന്നും പറഞ്ഞൊക്കെ ബോഡി ഷെയിം ചെയ്തതും ആലോക്. പക്ഷെ അനു നല്ലൊരു പെൺകുട്ടിയാണ്. അവളെ കാണാൻ എന്താ ഒരു കുറവ്? അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഭംഗിയുള്ള അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കാണുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം എന്നൊക്കെ ആലോക് മനസ്സിലാക്കുക കേട്ടോ. അത് ഈ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് അലോക് ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്തിരിക്കുന്നത്. ഓരോ സമയമുണ്ട് അത് മനസ്സിലാക്കി അലോക് നമ്മുടെ അനുവിന് പിന്നാലെ നടക്കുന്ന ഭാഗവും ഉണ്ട് കേട്ടോ. അവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയും അവളുടെ സ്നേഹം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അലോകിന്. എനിക്കൊരു തെറ്റ് പറ്റി, നീ ക്ഷമിക്കുക, എൻ്റെ വീട്ടിലേക്ക് വരണം, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് മോശമായി പെരുമാറില്ല അനു എന്നൊക്കെ പറയാം. അനുവിൻ്റെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അനു ഇറങ്ങിപ്പോടാ അവിടെ, ഒരിക്കലും എനിക്കൊരു ചാവേണ്ട വന്നാലും ഞാൻ ചാവും, പക്ഷെ നിൻ്റെ ലൈഫിലേക്ക് എന്നെ ഒരിക്കലും വരില്ലടാ. ഒരു കാലിൽ പോയിട്ട് എനിക്ക് തല കുനിച്ച് തല കെട്ടേണ്ടി വന്നാലും ഒരു കാലിലും, അതായത് ഒരു കല്ലുണ്ടല്ലോ കരിങ്കല്ല്, അതിനെ ഭർത്താവായിട്ട് കാണേണ്ടി വന്നാൽ പോലും ആലോകിൻ്റെ ഭർത്താവായിട്ട് കാണുന്നില്ല എന്ന് അനു തറപ്പിച്ച് പറയുക കേട്ടോ. ശരിക്കും ആലോകിന് നല്ല ഫീലാകുന്നുണ്ട്. പിന്നെ അനു അവിടെ പോയാലും ആലോക് പുറകെ നടക്കണം. അനു, നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കണം. എനിക്ക് എപ്പോഴാണ് ആത്മാർത്ഥ സ്നേഹം മനസ്സിലായത്? ഞാൻ വളർന്ന ആ ഒരു അന്തരീക്ഷം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നീ എന്തെങ്കിലും ഒരു അവസരം താ എന്നൊക്കെ പറഞ്ഞ അനുവിൻ്റെ കാല് പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ആലോക്. അതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഇനി എപ്പോൾ കാണാൻ പോകുന്ന ഈ ആനന്ദ് ഈ വീഡിയോ ആദ്യം കാണിക്കുന്ന ദേവീനെ തന്നെയാണ്. അപ്പോൾ ദേവി കാണുമ്പോൾ ദേവിക്ക് മനസ്സിലായി തൻ്റെ അച്ഛൻ തന്നെയാണ് ഈ മോഷണം എന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ അവർ വിശ്വസിക്കില്ല. കാരണം അത് പൈസ എടുക്കുന്നില്ലല്ലോ. പക്ഷെ ദേവിക്ക് കാര്യം മനസ്സിലായിട്ട് ദേവി നേരെ പോവുകയാണ് നമ്മുടെ ഉദയഭാനുവിൻ്റെ ശ്രീകലയുടെ അടുത്തേക്ക്. അപ്പോൾ അവരാണെങ്കിൽ പൊറോട്ടയും ചിക്കനും ഒക്കെ വിഴുങ്ങി കഴിക്കും കേട്ടോ. ദേവി അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ഇവിടെ ഗോമതി സ്റ്റോഴ്സിൽ അടിച്ചു മാറ്റിയ പൈസയ്ക്കാണ് ഈ ആർഭാടമായ ജീവിതം നയിക്കണമെന്ന് ദേവി പറയുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോമതി സ്റ്റോഴ്സിൽ വന്നത്. പിന്നെ എങ്ങനെയാണ് പൊറോട്ടയും ചിക്കനും മേടിക്കാൻ അച്ഛന് പൈസ കിട്ടിയത്? എടി മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രീകല വരുന്നുണ്ട്. നിൻ്റെ അച്ഛൻ്റെ പൈസ കൊടുക്കാൻ കുറേ പേരുണ്ടല്ലോ, ലക്ഷക്കണക്കിന് പൈസ ഓരോരുത്തരും കടം മേടിച്ചിട്ടുണ്ടാവില്ലേ മോളെ? ആ പൈസയ്ക്ക് കുറേശ്ശെ ആയിട്ട് നിൻ്റെ അച്ഛന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും അച്ഛന് ഓരോ ചിക്കനും ബീഫും ഒക്കെ എന്തൊക്കെയൊക്കെ അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ദിവസം അച്ഛൻ ഓരോരോ ഫുഡ് ഐറ്റംസാണ് കൊണ്ടുവരുന്നത്. ഇന്നലെ മനുഷ്യൻ കൊണ്ടുവന്നത് ഒരു ചൈന ഐറ്റമാണ് കൊണ്ടുവന്നത്. സൂപ്പറായിരുന്നു മോളെ പൊറോട്ടയും ചിക്കനും. അമ്മായും ഒക്കെ പൊറോട്ടയും ചിക്കനും കഴിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആലോചിക്കും. കാരണം നിനക്ക് പൊറോട്ടയും ചിക്കനും അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ. മോളെ വാ, അതാ പൊറോട്ടയും ചിക്കനും ഉണ്ട്, കഴിക്കും. അമ്മയുടെ ഒരു പൊറോട്ടയും ചിക്കനും. സത്യം പറ അച്ഛൻ എവിടുന്ന് ഇത് മേടിക്കാനുള്ള പൈസ കിട്ടിയത്? മോളെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഉദയവരെ സഹായിക്കാനാണ് ഈ നാട്ടിൽ ആളില്ലാത്തത്. അച്ഛൻ വെറുതെ കള്ളം പറയരുത്. തെളിവോടെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അച്ഛൻ എന്താ വിചാരിച്ചത്? ഗോമതി സ്റ്റോഴ്സിൽ ക്യാമറ ഇല്ലെന്നോ? അവിടെ ക്യാമറ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ക്യാമറ ഉണ്ടോയെന്ന് ഉദയഭാനു ചോദിക്കുമ്പോൾ പിന്നെ ക്യാമറ ഇല്ലാതെ ആ ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് അച്ഛൻ അവിടെ നിന്ന് പൈസ മോഷ്ടിക്കുന്നതും മേശവിരിപ്പ് പൈസ എടുക്കുന്നതും എല്ലാം തന്നെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രീകല ചോദിക്കുന്നുണ്ട്, സത്യമാണോ മനുഷ്യ? നിങ്ങൾ ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണോ അടിച്ചു മാറ്റിയ പൈസയ്ക്കാണോ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്? അത് പിന്നെ ശ്രീകല, അയ്യോ നിങ്ങളെ നശിഞ്ഞല്ലോ മനുഷ്യ,
നശിപ്പിച്ചില്ല മനുഷ്യ, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. അവരുടെ ജീവിതം ഓൾറെഡി കുളമായി. ഇനി എന്തിനാ മനുഷ്യൻ നിങ്ങൾ കൂടി കുറവാക്കാൻ വേണ്ടി നടക്കുന്നത്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആനന്ദ് എന്തിനായാണ് നിങ്ങൾ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതും. അത് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ തന്നെയായിരിക്കും. ഗോമതി സ്റ്റോഴ്സിൽ ക്യാമറ വെച്ചതിന് ശേഷമാണ് നിന്റെ അച്ഛൻ അവൻ ക്ഷണിച്ചതല്ലേടി? അതേന്നെ ഭാഗമായിട്ട്. എന്താ തെറ്റ്? ഈ അച്ഛൻ അവിടുന്ന് 25,000 രൂപ മോഷ്ടിച്ചു. അതിൻ്റെ പേരിൽ ധർമ്മമാമനെ വീട് വിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനവുമില്ല. ഒരു തെറ്റും ചെയ്യാത്ത മോഷണശ്രമം ഒന്നും നടക്കാതെ മോഷ്ടിക്കാതെ ധർമ്മമാമൻ കള്ളനായി എന്ന് പറയുകയാണ്. അപ്പോൾ ഉദയഭാനു മോളെ, അപ്പോൾ തെറ്റ് പറ്റിയത് മോളെ, നീ അച്ഛനെ ഒന്ന് സഹായിക്കടി. ആരും സഹായിക്കാൻ പോകില്ല. നോക്ക്, ഇന്നല്ലെങ്കിൽ നാളെ ആനന്ദേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ദേവമംഗലത്ത് പറയും. നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവും. നീ ഇങ്ങോട്ടേക്ക് വന്ന മോളെ, പട്ടണം നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് ഉദയഭാനു പറയുമ്പോൾ, ആരും പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമെന്ന്? ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. പിന്നെ എൻ്റെ മരണമായിരിക്കും നിങ്ങൾ കാണുന്നത്. ദേവി മരിച്ചെന്ന് നിങ്ങൾ കൂട്ടിക്കോ. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് എൻ്റെ കുടുംബജീവിതം ഈ നിലയിലെത്തിച്ചത് കണ്ട് ദേവി കരഞ്ഞും പ്രാഗിക്കൊണ്ട് അവിടുന്ന് പോവാട്ടോ. ഭാഗമാണ് നമ്മൾ ഇനിയും കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ല നല്ല എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. കാരണം തമിഴ് അങ്ങനെയാട്ടോ എപ്പിസോഡ് കുറേ ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.